നമസ്കാരം, രാജേഷ് കുമാറാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാഹനം നല്ല പെയിൻറ്റിങ് കാര്യങ്ങളുമായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും സൈഡിൽ ഒതുക്കിയിട്ടിട്ട് വരുമ്പം കല്ല് വെച്ച് ഫുള്ള് സ്ക്രാച്ചാക്കുക, ചീത്ത വാക്കുകൾ ബോണറ്റിലും സൈഡിലൊക്കെ എഴുതുക. അങ്ങനെ ആയാൽ എങ്ങനെ ക്ലെയിം കിട്ടും? ഓക്കെ, ശ്രദ്ധിച്ച് പോവുക, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അതായത് ചില ആൾക്കാരുണ്ട്, നല്ല കളറ് പുതിയ വണ്ടിയൊക്കെ കാണുമ്പോൾ അവർക്ക് വിരുവിരിപ്പാണ്. തോന്നിയ കല്ലിട്ട് വരയ്ക്കുക, തോന്നിയ ചീത്ത വാക്കുക വണ്ടിയിൽ എഴുതുക. ഇങ്ങനെയായാൽ നമുക്ക് എങ്ങനെ ക്ലെയിം കിട്ടും? 100% സ്പോട്ടിൽ നിന്ന് വണ്ടി മാറ്റരുത്. ഏത് സ്റ്റേഷൻ പരിധിയാണോ അവിടെ ചെന്നിട്ട് FIR തന്നെ രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനുള്ള പെയിൻറ്റിങ്ങും ക്ലെയിം കാര്യങ്ങളിലെല്ലാം കിട്ടത്തുള്ളൂ. GD അല്ലേ? GD എന്ന് പറയുമ്പം ഈ ഇഞ്ചുറിയിൽ തട്ടൽ മുട്ടൽ ആർക്കും പരിക്കും പരാതി ഇല്ലാത്തതുകൊണ്ടാണ് GD കിട്ടുന്നത്. ഇങ്ങനെ വണ്ടിയിൽ ചുറ്റോട് ചുറ്റ് വരച്ച് വയ്ക്കുക, അസഭ്യ വാക്കുകൾ എഴുതുക, അതിനൊക്കെ നമുക്ക് FIR രജിസ്റ്റർ ചെയ്യുക. ഏത് സ്റ്റേഷൻ പരിധിയാണോ അവിടെ ചെന്നിട്ട് കേസ് തന്നെ ഫയൽ ചെയ്യുക. ഇങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. അതായത് അവിടുത്തെ ക്യാമറ, ലൊക്കേഷൻ കാര്യങ്ങൾ, ഇപ്പം എല്ലായിടത്തും CCTV ക്യാമറ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ ചെയ്തവന് ഉറപ്പായിട്ട് അവനെതിരെ നല്ല രീതിയിൽ കേസ് തന്നെ ഫയൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയും പോലെ, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കണ്ടിന്യൂ ചെയ്യുക. 5 എങ്കിൽ 5, 10 എങ്കിൽ 10 വർഷം. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് FIRൻ്റെ കോപ്പിയും ഡോക്യുമെൻറ്റ്സുമായിട്ട് ഏത് ബ്രാൻഡ് ഡീലർഷിപ്പാണോ അവിടെ പോയിട്ട് സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയൊക്കെ ഡാമേജ് പറ്റിയിട്ടുണ്ടെന്ന് അവിടെയെല്ലാം നമുക്ക് ക്ലെയിം കാര്യങ്ങളും കിട്ടും. ഓക്കെ, അപ്പോൾ കഴിവതും നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് CCTV ക്യാമറയും ആൾക്കാരെ വ്യൂ വരുന്ന സ്ഥലങ്ങളിലൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കുറേ നെഗറ്റീവ് ആൾക്കാരുണ്ടെന്നേ. നല്ല കളർ കാണുമ്പോൾ അവന്മാർക്ക് വഴി കിടക്കുന്ന കല്ലൊക്കെ എടുത്ത് പോരിട്ട് പോകും. എന്ത് കഷ്ടമാണെന്ന് നോക്കിയാണ് പുതിയ വണ്ടികളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമല്ല, നമ്മളെ സ്ഥലമാണ്. അപ്പോൾ വേറെ ഒന്നും, നിങ്ങൾ എപ്പോഴും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ എന്ത് ക്ലെയിമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. പേഴ്സണലായിട്ട് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.